ഹലോ ചങ്ങായിസ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂ പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഇനി അപ്പമൊക്കെ ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഗ്രീൻ പീസ് കറീൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്റ്റൂവിൻ്റെ കൂടെ ഒക്കെ ട്രൈ ചെയ്യാവുന്നതായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചടി ഞാൻ എടുക്കുന്നുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ 1 കപ്പ് ചെറുകിയ തേങ്ങയും അതുപോലെ കുറച്ച് ചോറും അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തേങ്ങാവെള്ളവും ഈസ്റ്റും കൂടി തലേ ദിവസം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അരയ്ക്കുന്ന സമയത്ത് ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ നന്നായി ഈ ഒരു കൺസിസ്റ്റൻസിൽ നിന്ന് അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഫെർമെൻറ്റേഷൻ ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ എപ്പോഴാണ് ആക്കുന്നത് ഒരു 6-7 മണിക്കൂർ നല്ലോണം പൊന്തി വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്നെസ്സിലായിരിക്കും നമ്മുടെ ബാറ്ററി കിട്ടുന്നുണ്ടാവുക. നോർമലി നമ്മുടെ ദോശത്തവയിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഈ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയതിന് ശേഷം നന്നായിട്ട് ഹോൾസ് വരുന്ന സമയത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റി ആയിട്ടുള്ള അപ്പം തയ്യാറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.